അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് കൊടുക്കുന്ന ഒരാളാണ്. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് തോന്നുന്നത് 100K ഫോളോവേഴ്സിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ ഒരു തുടക്കക്കാരൻ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന സമയത്ത് ഒരു 100K ആവാൻ എത്ര സമയമെടുക്കും? ഞാൻ അതിന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 365 ദിവസം മതി. അത് ഞാൻ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ആ 365 ദിവസത്തിൽ 90 ദിവസം എന്ന് പറഞ്ഞാൽ പഠനമായിരുന്നു. എൻ്റെ പഠനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൽ എങ്ങനെയൊക്കെ ഇതിൽ ഓരോ ഹാക്കുകളും ഞാൻ ഹാക്ക് ചെയ്തെടുക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് 90ാമത്തെ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ സോഷ്യൽ മീഡിയ ഗ്രോ ചെയ്തത്. നേരെ മറിച്ച് ഇപ്പം നമ്മൾക്ക് വരുന്ന ക്ലയൻസും ഈ ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്ര സമയം എടുക്കേണ്ടി വരുന്നില്ല. കാര്യം ആ 90 ദിവസത്തെ പഠനം അവർക്ക് വേണ്ട. മനസ്സിലായില്ലേ? എൻ്റെ ഒരു ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം 15 വീഡിയോയ്ക്കുള്ളിൽ ഒരു വീഡിയോ 100K മേലെ വന്നിട്ടുണ്ട്. ഇപ്പം ഹബീബിന് അതേ എക്സ്പീരിയൻസ് ഉണ്ടാകും. അപ്പൊ അതെന്താ കാരണം? നമ്മളുടെ എക്സ്പീരിയൻസ് അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ, കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. ആ കൊളാബറേഷൻ നമുക്ക് എവിടെ നിന്നാണോ മിസ്സാകുന്നത് അവിടെ തൊട്ടിട്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ടാകും? ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ടാകും. മനസ്സിലായില്ലേ? അപ്പോൾ ആ കൊളാബറേഷനിൽ നമുക്ക് വീഡിയോ എടുക്കാൻ വൺ മാൻ ഷോ നടത്താൻ വേണ്ടിയിട്ട് പാടില്ല. വീഡിയോ എടുക്കാൻ നമ്മൾ ആളെ കാണേണ്ടതായിട്ട് വരും. വീഡിയോ എഡിറ്റ് ചെയ്യാൻ നമുക്ക് ആളെ കാണേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള ഒരു ടീമുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. അത് കൊളാബറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി ഉറപ്പുണ്ടാവണം ഇന്ന സമയം കൊണ്ട് ഇതാകും എന്നുള്ളത്. അത് ഉറപ്പുള്ള ഒരാളുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് അതായിരിക്കും.